ഹായ് ഹലോ ചിക്കൻ കടായി ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കടായിയാണ് കേട്ടോ. ഇതിനും വെറൈറ്റി ആയിട്ടൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തൊന്ന് മാത്രം. ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുഴച്ച് ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് പൊരിച്ചെടുക്കുന്നുണ്ട്. ആ പൊരിച്ച പാനിൽ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിലോട്ട് കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്യുക. ഇനി വേറെ പാത്രം എടുക്കുകയാണെങ്കിലും ആ പൊരിച്ച ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അങ്ങനെ സവാള ഇട്ട് നല്ലപോലെ വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടൊന്ന് വാട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ 4 തക്കാളിയോളം ജ്യൂസ് അടിച്ച് അതും ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് പോവോളം ഒന്ന് വാട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കറിവേപ്പിലയും മല്ലിച്ചെപ്പും ഇട്ടിട്ട് നല്ലപോലെ അതും ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ആ മസാലയ്ക്കകത്ത് ഇടാൻ മറന്നു കേട്ടോ. അതായത് തക്കാളി ജ്യൂസൊക്കെ ഇട്ട് അതിലോട്ട് ഇടാൻ മറന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി മറന്നാലും കുഴപ്പമില്ല, ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കുറച്ച് മധുരമുള്ളൊരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും വേണ്ടെന്ന് കരുതിയിട്ട് കളറും ഉണ്ട്. അപ്പോൾ പിന്നെ അത് മതിയെന്ന് കരുതി അതിലോട്ട് കുറച്ച് ചിക്കൻ മസാലയും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി സെറ്റാക്കി തീ ഓഫ് ചെയ്ത് മല്ലിച്ചപ്പും ലാസ്റ്റ് ഇട്ട് കൊടുത്ത് വാങ്ങി. അപ്പോൾ അത്രയുള്ള അടിപൊളിയാണ്.